أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس ضرب مثل فاستمعوا له. إن الذين تدعون من دون الله لن يخلقوا ذبابا ولو اجتمعوا له وإن يسلهم الذباب شيئا لا يستنقذوه منه ضعف الطالب والمطلوب. ما قدر الله حق قدره إن الله لقوي عزيز. അല്ലാഹുൽ അലീം. സൂറത്തുൽ ഹജ്ജ് 73:4. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ളുരിബ മസലുൻ, ഒരു ഉദാഹരണം പറയപ്പെട്ടിരിക്കുന്നു. ഫസ്തമിഉ ലഹു, അതിനാൽ നിങ്ങൾ അത് ശ്രദ്ധിച്ച് കേൾക്കുവിൻ. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, ഇന്നല്ലദീന തദ്ഊന, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, മിൻ ദൂനില്ലാഹി, അല്ലാഹുവിനെ കൂടാതെ, ലൻ യഖ്ലുഖു, അവർ ഒരു കാലത്തും സൃഷ്ടിക്കുകയില്ല, ദുബാബൻ, ഒരു ഈച്ചയെപ്പോലും, വലൗ ഇജ്തമഉ ലഹു എന്നാണ്, അവർ അതിനു വേണ്ടി ഒരുമിച്ചു കൂടിയാലും, വഇൻ യസ്ലുബുഹും, അവരിൽ നിന്ന് തട്ടിയെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിടിച്ചെടുക്കുകയാണെങ്കിൽ, അസ്സുബാബു, ഈച്ച, ഷൈഅൻ, വല്ലതും, ലാ യസ്തൻഖിദൂഹു, അവർ അതിനെ രക്ഷിച്ചെടുക്കുകയില്ല, മിൻഹു, ആ ഈച്ചയിൽ നിന്ന്, ലഅഫത് താലിബു, തേടുന്നവൻ ദുർബലനാണ്, വൽ മത്ലൂബ്, തേടപ്പെടുന്നവനും. മാ ഖദറുല്ലാഹ, അവർ അല്ലാഹുവിനെ കണക്കാക്കിയില്ല, ഹഖ്ഖ ഖദ്രിഹി, അവൻ്റെ ഖദറനുസരിച്ച്, അല്ലെങ്കിൽ അവൻ്റെ യഥാർത്ഥ കണക്കനുസരിച്ച്. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, ലഖവിയ്യുൻ, ശക്തൻ തന്നെയാണ്, അസീസുൻ, അജയ്യനുമാണ്. അല്ലാഹു യാതൊരു പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ലാത്തതിനെ അല്ലാഹുവിൽ അവർ പങ്കുചേർത്തു എന്ന് മുകളിൽ പറഞ്ഞല്ലോ. അല്ലെങ്കിൽ അവർ അല്ലാഹുവിനെ കൂടാതെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. മാ ലൈസ ലഹും ബിഹി ഇൽമുൻ, അവർക്ക് അതേ സംബന്ധിച്ച് യാതൊരു അറിവും ഇല്ല എന്ന് പറഞ്ഞല്ലോ. അതിനെ വിശദീകരിക്കുകയാണ്. മൊത്തം മനുഷ്യർക്ക്, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ എന്ന് പറഞ്ഞിട്ട് പറയുന്നതിനൊരു കാരണമുണ്ട്. ഈ വിഗ്രഹാരാധകർ പരമ്പരാഗതമായി കൊണ്ടു നടക്കുന്ന ദൈവങ്ങളൊക്കെ, അതിനെ കൊണ്ടു നടക്കുന്നവർക്ക് അതേ സംബന്ധിച്ച് മാലഹും ബിഹി മിൻ ഇൽമിൻ, ഒരറിവുമില്ല. പിന്നെ ചില നിഗമനങ്ങൾ, ഊഹങ്ങളെ പിൻപറ്റി പണ്ടേ ഉള്ളതാണ്, പൂർവികരുടെ പാരമ്പര്യമാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൊണ്ടു നടക്കുകയാണ് ചെയ്യുന്നത്. അതിനെ നിലനിർത്തുന്നത് ഈ സമൂഹത്തെ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും തളച്ചിട്ട് തങ്ങളുടെ കാര്യം നേടണം എന്ന് ആഗ്രഹിക്കുന്ന ആണ്. പ്രമാണിമാര്, പ്രഭുക്കന്മാര്, നേതാക്കള്, ഭരണാധികാരികൾ ഒക്കെയാണ്. അതുകൊണ്ട് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, മനുഷ്യരെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എന്ന് സാധാരണക്കാരിലേക്ക്, അല്ലെങ്കിൽ പൊതു സമൂഹത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് പറയുന്നതാണ്. യാ അയ്യുഹന്നാസ്, ളുരിബ മസലുൻ, ഒരു ഉദാഹരണം. ലറബ മസൽ എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞു എന്നാണ്. വാക്കിന്റെ നേരർത്ഥം അടിച്ചു എന്നാണ്. നമ്മൾ കമന്റ് അടിച്ചു, വിറ്റടിച്ചു എന്നൊക്കെ, വിറ്റ് പറഞ്ഞു, കമന്റ് പറഞ്ഞു എന്നതിന് പറയാറുള്ളത് പോലെ. അങ്ങനെ ഇതാ ഒരു ഉദാഹരണം പറയപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. ഫസ്തമിഉ ലഹു,
എന്താണ് ഉദാഹരണം? ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖു ദുബാബൻ വലവിജ്തമഉ. നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾ, അള്ളാഹുവിനെ പുറമെ നിങ്ങൾ സഹായത്തിനായും രക്ഷക്കായും കാര്യസാധ്യത്തിനായും ഒക്കെ വിളിക്കുന്ന ദൈവങ്ങൾ, അവർ യാതൊന്നും സൃഷ്ടിച്ചിട്ടില്ല, ഒരു ഈച്ചയെപ്പോലും. അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖ്, സൃഷ്ടിക്കുന്നവൻ സൃഷ്ടിക്കാത്തവനെ പോലെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നതുപോലെയാണ് ഇതും. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ദൈവങ്ങളായി സൃഷ്ടിച്ചിട്ടുള്ള അവയ്ക്കൊന്നും ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ല. അങ്ങനെ കഴിവുണ്ട് എന്ന് അതിൻ്റെ ഭക്തന്മാരായ ആളുകൾ മനസ്സിലാക്കുന്നുമില്ല, വിശ്വസിക്കുന്നുമില്ല. അതുകൊണ്ടാണ് അയ്യുഹന്നാസ് എന്ന് വിളിച്ചിട്ട് ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ എന്ന തരത്തിൽ പറയുന്നത്. അവർക്ക് തന്നെ സമ്മതിക്കാവുന്ന കാര്യമാണ്. ലൻ യഖ്ലുഖൂ എന്നാണ്. സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇനിയൊരു കാലത്തും അവർ സൃഷ്ടിക്കാൻ പോകുന്നുമില്ല. ഇത്ര ഉറപ്പിച്ച് പറയാൻ കഴിയുക അള്ളാഹുവിന് മാത്രമാണല്ലോ. ഖിയാമത്ത് വരെ എന്നാണ് ലൈൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. വലൗ ഇജ്തമഉ ലഹു ആണ്. വലവിജ്തമഉ ലഹു, ഒരാൾ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സകലമാന ദൈവങ്ങളും കൂടി, അല്ലാഹുവല്ലാതെ ദൈവമാക്കപ്പെടുന്ന സകലരും കൂടി ഒരുമിച്ച് കൂടിയാൽ പോലും ഒരു നിസ്സാര ജന്തുവായ ഈച്ചയെ സൃഷ്ടിക്കാൻ കഴിവുള്ളവരല്ല. എന്ന് മാത്രമല്ല, അതിനേക്കാളും അപ്പുറമാണ്. വൈൻ യസ്ലുഹുമു ദുബാബു ഷൈഅൻ ലാ യസ്തൻഖിദൂഹു മിൻഹു. ഈ ദൈവങ്ങൾക്ക് നിവേദ്യങ്ങളായും ബലിയായിട്ടുമൊക്കെ ഭക്ഷ്യപദാർത്ഥങ്ങൾ പലതും അതിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വെക്കും. അതിൽ നിന്ന് വല്ലതും ഈച്ച എടുത്തുകൊണ്ട് പോയാൽ അതിങ്ങ് തിരിച്ചു പിടിക്കാൻ പോലും കഴിയുന്നവരല്ല ഇവരാരും. എന്തുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത്? അതിങ്ങനെ ആളുകൾ ആദരപൂർവ്വം വെച്ചിരിക്കുന്നവരാണ്. അതിനെ സംരക്ഷിക്കാൻ വേണ്ടി അവർ ജുന്ദുൻ മുഹല്ലറൂൻ, സന്നദ്ധ ഭടന്മാരായി നിലകൊള്ളുകയാണ്. അതുകൊണ്ടാണല്ലോ എതിരാളികൾ, നബിമാരുടെ എതിരാളികൾ പറയുന്നത് പരിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ഹർരിഖൂഹു വൻസുറു ആലിഹത്തക്കും, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ചുട്ടുകരിക്കൂ, എന്നിട്ട് നിങ്ങളുടെ ദൈവങ്ങളെ രക്ഷിക്കുവിൻ എന്ന്. അങ്ങനെ ദൈവങ്ങളെ രക്ഷിക്കുക, അതുകൊണ്ടാണിത് നിലനിൽക്കുന്നത്. അല്ലാതെ അതിന് കൊടുത്ത ഒരു സാധനം അതിൻ്റെ കയ്യിൽ നിന്ന്, കുട്ടിയുടെ കയ്യിൽ നിന്ന് കാക്ക അപ്പം തട്ടിക്കൊണ്ടു പോകുന്നത് പോലെ അതുപോലും അത്ര പോലും കഴിയില്ല ഈ എല്ലാവർക്കും സംരക്ഷണം കിട്ടുമെന്ന് ആളുകൾ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ കാര്യത്തിൽ. വളരെ സിമ്പിൾ ഉദാഹരണമാണ്. ദൈവനിഷേധികൾക്ക്, ഈ മുശ്രിക്കുകൾക്ക്, ബഹുദൈവ ആരാധകർക്ക് ഇത് വേഗം മനസ്സിലാകുന്ന ഒരു കാര്യവുമാണ്. ലഅഫ താലിബു വൽ മത്ലൂബ്, സഹായം തേടുന്നവനും സഹായം തേടപ്പെടുന്നവനും. അഥവാ തൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട്, രക്ഷയ്ക്ക് വേണ്ടി, രോഗം മാറാൻ, ഇങ്ങനെ തുടങ്ങി പലവിധ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ വിളിക്കുന്നവൻ, അവനാണ് താലിബ്. അവനും അതുപോലെ സഹായം അഭ്യർത്ഥിക്കപ്പെടുന്നയാൾ അഥവാ ദൈവവും, രണ്ടാളും ഒരുപോലെ പാവങ്ങൾ തന്നെ. ലഅഫത്ത് താലിബു വൽ മത്ലൂബ്, സഹായം തേടുന്നവനും അല്ലാത്തവനും, ദൈവവും ദുർബലർ തന്നെ. അഥവാ ഇവൻ്റെ അത്ര പോലും കഴിവില്ല, ഭക്തൻ്റെ അത്ര പോലും കഴിവില്ല ദൈവത്തിന് എന്നർത്ഥം. എന്നിട്ട് ഈ സാധനങ്ങളെയാണ് അള്ളാഹുവിൻ്റെ പങ്കാളികളായി, അള്ളാഹ്ക്ക് സമന്മാരായി കൽപ്പിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർക്ക് അത് സാധിക്കുന്നത്? ഇത്തരം നിസ്സാര വസ്തുക്കളെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുവാൻ അവർക്ക് കഴിയുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഉത്തരമാണ് അടുത്ത ആയത്ത്. മാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അള്ളാഹുവിനെ അവർ കണക്കാക്കേണ്ട വിധം കണക്കാക്കിയില്ല. അഥവാ തങ്ങൾ രൂപപ്പെടുത്തി
തങ്ങൾ സൗകര്യപ്പെടുത്തി കൊടുത്ത സ്ഥലത്ത് തങ്ങൾ വെച്ചെടുത്ത് അവിടെ ഇരുന്നു കൊള്ളും. അങ്ങനെയൊക്കെയാണ്. വളരെ നിസ്സാര സങ്കല്പമാണ് സ്വന്തം ദൈവങ്ങളെക്കുറിച്ച് വിഗ്രഹാരാധകർ പുലർത്തുന്നത്. അതുപോലെ ഒരു ദൈവം എവിടെയോ ഇരിക്കുന്ന ഒന്ന് എന്നാണ് അള്ളാഹുവിനെ കുറിച്ചും അവർ ധരിച്ചിരിക്കുന്നത്. അല്ലാതെ അള്ളാഹുവിനെ അവർക്ക് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അവർ അള്ളാഹുവിനെ പരിഗണിക്കേണ്ട വിധം അവർ പരിഗണിച്ചിട്ടില്ല, അല്ലെങ്കിൽ അറിയേണ്ട വിധം അറിഞ്ഞിട്ടില്ല അവർ. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് നീ അറിയണം എന്നാണല്ലോ അള്ളാഹു തആല പറയുന്നത്. അങ്ങനെ ഒരു അറിവല്ല, പകരം എന്തൊക്കെയോ ചില ഊഹങ്ങൾ. ഈ യത്തബിഉന ഇല്ലല്ലന്ന വൈൻഹും ഇല്ലാ യഖ്റുസൂൻ, അവർ ഊഹത്തെ പിന്തുടരുക മാത്രമാണ്. അവരിങ്ങനെ ഒരു കമ്മട്ടം, ഒരു മതിപ്പ് കണക്കാക്കി വർത്തമാനം പറയുകയാണ്. അള്ളാഹുവിനെ വേണ്ടത്ര അവർ മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഇവിടെ പറയുന്നത് അവർക്ക് ഈ അബദ്ധം പറ്റാൻ കാരണം, ഇത്തരം സാധനങ്ങളൊക്കെ ദൈവത്തിൻ്റെ പങ്കാളികളാണ്, അള്ളാഹുവിൻ്റെ പങ്കാളികളാണ് എന്ന് അവർ വിചാരിക്കാൻ കാരണം ഈ വസ്തുക്കളുടെ വലിയ മഹത്വം, മഹിമ അവർക്ക് മനസ്സിലായിട്ടല്ല. പകരം ഇതിനെയൊക്കെ പങ്കു ചേർത്ത് പറയാൻ പറ്റുന്നവനാണ് അള്ളാഹു എന്ന് അള്ളാഹുവിനെ മനസ്സിലാക്കാതെ അവർ നിസ്സാരമായി ഗണിച്ചത് കൊണ്ടാണ്. പങ്കാളി, ഷെയർ ഹോൾഡർ അല്ലേ? ഇപ്പോൾ നമ്മൾ വലിയ വലിയ മില്യനെയർമാർ, ഇപ്പോൾ പിന്നെ ബിൽഗേറ്റ്, വാറൻ ബഫറ്റ്, ഇങ്ങനെയൊക്കെ പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരെന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ, അവരോട് ചേർന്ന് ബിസിനസ് നടത്താൻ ആലോചിക്കാൻ പോലും നമുക്ക് സാധാരണക്കാർക്ക് കഴിയില്ലല്ലോ. അതേസമയത്ത് വേണമെങ്കിൽ പിന്നെ അദാനി, അംബാനി, യൂസുഫ് അലി എന്നൊക്കെ പറയുന്നവർക്ക് വേണമെങ്കിൽ ആലോചിക്കാവുന്നതേ ഉള്ളൂ. എന്നതുപോലെ ഈ നിസ്സാര വസ്തുക്കളെ അള്ളാഹുവിനോട് ഇവർ പങ്കുചേർക്കുന്നതിൻ്റെ കാരണം അള്ളാഹുവിൻ്റെ നിലയും വിലയും അവർ മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ രണ്ട് വാക്കുകൾ, അള്ളാഹുവിൻ്റെ രണ്ട് സിഫത്തുകൾ, അത് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഇന്നല്ലാഹ ലഖവിയ്യുൻ, അള്ളാഹു ശക്തനാണ്. അഥവാ ലഅഫ താലിബു വൽ മത്ലൂബ് എന്ന് പറഞ്ഞതിൻ്റെ മറുവശമാണ് അള്ളാഹു. അള്ളാഹു കൊടുക്കാത്ത ഒന്നും അവൻ്റെ സൃഷ്ടികൾക്ക് കിട്ടുകയില്ല. അള്ളാഹുവിൽ നിന്ന് ഒന്നും തട്ടിയെടുക്കാൻ അവൻ്റെ സകലമാന സൃഷ്ടികൾ വിചാരിച്ചാൽ കൂടി കഴിയുകയില്ല. അവനെ നിയന്ത്രിക്കുവാനോ അവനെ തടസ്സപ്പെടുത്തുവാനോ കഴിയുകയില്ല. അല്ലാഹു തആല ശക്തൻ തന്നെയാണ്. ലഖവിയ്യുൻ, ലഈഫല്ല. പിന്നെ അസീസുൻ, അജയ്യനാണ്. അഥവാ അവനെ തോൽപ്പിക്കാൻ കഴിയില്ല. അവൻ തീരുമാനിക്കും, തീരുമാനിച്ചത് തന്നെ നടത്തും, അത് തന്നെ നടക്കുകയുമുള്ളൂ, അതിലപ്പുറം ഒന്നും നടക്കുകയില്ല. ഇങ്ങനെ അല്ലാഹു തആല ഖവിയ്യുൻ അസീസുമാണ്. എന്നാൽ ആ മുശ്രിക്കുകൾ ദൈവങ്ങളാക്കി വെച്ചിരിക്കുന്നതൊക്കെ വളരെ ദുർബലരാണ്. ഭക്തന്മാർ അതിനെ കൈവിട്ടാൽ പിന്നെ അത് വെറും കല്ലോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ. അതേ സമയത്ത് എല്ലാവരും ദൈവനിഷേധികളായാൽ പോലും അല്ലാഹു തആലാക്ക് ഒന്നും സംഭവിക്കാനില്ല. അവൻ അപ്പോഴും ഖവിയ്യുൻ അസീസ്, അജയ്യനും ശക്തനും തന്നെയാണ് എന്ന് ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അറിയേണ്ട വിധം അറിയുവാൻ, എന്നിട്ട് അവന് കീഴ്പ്പെടേണ്ട വിധം കീഴ്പ്പെടുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.